അത്രയും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനമായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമുക്കറിയാം തുർക്കിയായ യതീംഖാന മർക്കസിൽ തുടങ്ങി വെച്ചു. അങ്ങനെ ലോകത്തിന്റെ ലോകതലങ്ങളിൽ പല സ്ഥലങ്ങളിലുമായി മഹത്തായിരിക്കുന്ന യതീംഖാനകൾ സ്ഥാപിച്ചപ്പോ നമ്മുടെ കേരളത്തില് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പിതാവ് നഷ്ടപ്പെട്ട എത്രയോ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനപ്പുറം ഓക്കെ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചുകൊണ്ട് ബഹുമാനായ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ലോകത്ത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായിരിക്കുന്ന നേതാവിന്റെ അനുയായികളാണ് നമ്മളെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അത് എവിടെ നിന്ന് എത്തിപിടിച്ചതാണ്? അങ്ങ് മദീനയുടെ ഓരങ്ങളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളിൽ നിന്ന് അവിടുത്തെ മാതൃക ഏറ്റുപിടിച്ചവരാണ് നമ്മുടെ പൂർവികരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളും ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമയടക്കമുള്ള മഹത്തുക്കളായ സാത്വികരായിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാര്. അവരേറ്റുപിടിച്ചത് ആ ഹബീബായ തങ്ങൾ ഇവിടെ പഠിപ്പിച്ച സുന്ദരമായിരിക്കുന്ന ആശയത്തെയായിരുന്നുവെങ്കിൽ അവിടുന്നാണ് ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ സുന്ദരമായിരിക്കുന്ന ആശയങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കറിയാം ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനം മനുഷ്യർക്കൊപ്പമെന്ന സുന്ദരമായിരിക്കുന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത മാസം ജനുവരി 1 മുതൽ 17 കൂടിയ ദിവസങ്ങളിൽ കേരളത്തിന്റെ ഓരോ തലങ്ങളിലേക്കും സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ മഹനീയമായ നേതൃത്വത്തിൽ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം 1998 മാനവികതയെ ഉണർത്തുന്നു എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കേരള യാത്ര കേരള ചരിത്രത്തില് നടന്നതായി നമുക്കറിയാം. അതുപോലെ തന്നെ 2012 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാമെന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കേരള യാത്ര നടത്തി. അതിന്റെ വിപ്ലവത്തിന്റെ അതിന്റെ ജനങ്ങള് ഇന്നും കെട്ടടങ്ങാതെ നമ്മുടെ കേരളത്തിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിൽ അതിന്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് തുടർച്ചയായി മനുഷ്യർക്കൊപ്പമെന്ന വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത 2026 ജനുവരി 1 മുതൽ 17 കൂടിയ ദിവസങ്ങളിൽ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ജില്ലാ യാത്ര ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ പന്തലൂരിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനം നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ